ഹലോ, ആക്ടിവേറ്റഡ് ചാർക്കോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാമാന്യം നല്ലൊരു ചിരട്ട എടുക്കുക. അത് കണ്ണൻ ചിരട്ടയാണ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. റീസൺ എനിക്കറിയത്തില്ല, നല്ലതാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടി എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഉണക്കത്തൊണ്ടുണ്ടല്ലോ, അതിലേക്ക് ഈ ചിരട്ട വെച്ചിട്ട് തൊണ്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ തൊണ്ടും ചിരട്ടയും കൂടെ ഒന്നിച്ച് ഒരു മൺപാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് കത്തിക്കോളും. കത്തി കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഈ ചിരട്ടയുടെ കഷ്ണങ്ങൾ എടുക്കാൻ എളുപ്പമാണ്. ഇപ്പം മറ്റേ ചാരം അങ്ങ് മാറ്റി കഴിഞ്ഞ് ചിരട്ടയുടെ കഷ്ണങ്ങൾ കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് കനൽ കെട്ട് കഴിയുമ്പോഴത്തേനും ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടൊരു വെയിൽ കൊള്ളിക്കുക. കുറച്ചൊന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേനും ഇതങ്ങ് ഉണങ്ങും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ, ഞാൻ ക്രഷ് ചെയ്ത് ഇച്ചിരി പൊടിഞ്ഞു പോയി കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്യുമ്പോഴത്തേനും അത് ഒന്ന് പൊടിയും. അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അങ്ങനെയാണ് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് 24 അവർ അവിടെ തന്നെ വെച്ചേക്കാം. അപ്പം അതൊന്ന് സെറ്റാവും. അപ്പം 24 അവർ കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ നാരങ്ങയുടെ നീരുണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കളയുക. അത് ഒഴിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു അരകല്ലോ അല്ലെങ്കിൽ ഒരു ഇടികല്ലോ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിയാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഉഴുന്ന് അരച്ചത് യൂസ് ചെയ്തോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഈ സ്കിന്നിലുള്ള ഈ അഴുക്കുകൾ വലിച്ചെടുക്കാൻ ചാർക്കോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊരു സോപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലതാണ്. താങ്ക്